ഏതാ വായിക്കുന്നേ? ഞാൻ സങ്കീർത്തനം വായിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. എനിക്ക് ദാവീദിന്റെ കഥ തരാമെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരാഴ്ചയായി. നീയെങ്കിലും ഒന്ന് പറഞ്ഞു. കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇന്നലെ നീ പഠിച്ച് 23 സങ്കീർത്തനം കാണാതെ പറഞ്ഞേ. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. മറന്നുപോയല്ലേ? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം എഴുതുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ താഴ്വരയിൽ ഞാൻ നടന്നാലും അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ മൂന്നുമണിയും കണ്ടും എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിഴുന്നിരിക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ദാവീദിന്റെ കഥയല്ലേ? നീ നടക്ക്, ഞാൻ പറയാം. പഴയ നിയമത്തിൽ രാജാവായിരുന്നു ദാവീദ്. യെസയുടെ 7 മക്കളിൽ ഏറ്റവും ഇളയനായിരുന്നു അവൻ. എല്ലാവരും യുദ്ധത്തിന് പോയപ്പോൾ അവൻ ഒറ്റയ്ക്ക് ആട് മേയ്ക്കാനായിരുന്നു പോകാറുള്ളത്. ദാവീദ് ആട് മേയ്ക്കാൻ പോകുമ്പോഴും അവൻ ദൈവത്തെ കിന്നരം വീട്ടി സ്തുതിക്കുമായിരുന്നു. അവൻ ബാലനായിരുന്നിട്ടും ഒരു യോഗ്യതയില്ലാതെ അവനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അപ്പോഴാണ് ഗോലിയത്ത് എന്നൊരു ദുഷ്ടൻ ഇസ്രായേൽ ജനത്തെ കൊന്നുകൊണ്ടിരുന്നത്. ആരാണ് ഇസ്രായേൽ ജനം? ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം ജനം. ഇസ്രായേൽ ജനത്തിന് ശല്യമായ ഗോലിയാത്തിനെ കൊല്ലണമെന്ന് ദാവീദ് വിചാരിച്ച് ചേട്ടന്മാരുടെ അടുത്ത് പോയി ഞാൻ ഗോലിയാത്തിനെ കൊല്ലട്ടെ എന്ന് ചോദിച്ചു. ജ്യേഷ്ഠന്മാർ പറഞ്ഞു, നീ വെറും പീറ ചെറുക്കനല്ലേ, നിനക്ക് അവനെ കൊല്ലാൻ സാധിക്കുമോ? അവിടെ താഴാതെ അവൻ രാജാവിന്റെ അടുക്കലേക്ക് ചെന്നു. രാജാവൻ ചോദിച്ചു, നീ വെറും ചെറുതല്ലേ, നിനക്ക് അവനെ കൊല്ലാൻ സാധിക്കുമോ? അപ്പോഴും ദാവീദിന് വിശ്വാസമുണ്ടായിരുന്നു. സിംഹത്തിന്റെ വായിൽ നിന്ന് അവനെ രക്ഷിച്ച ദൈവം ഗോലിയാത്തിനെ കൊല്ലാൻ അവിടുന്ന് ശക്തിപ്പെടുത്തുമെന്ന്. എന്നിട്ട് ഗോലിയാത്ത് ജയിച്ചു. സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച ദാവീദ് തന്റെ കവണയെടുത്ത് ഒരു കല്ല് അതിൽ ചുറ്റി ഗോലിയാത്തിന് നേരെ എറിഞ്ഞു. അപ്പോൾ ബോധം കെട്ട് വീണ ഗോലിയാത്തിന്റെ വാളെടുത്ത് ദാവീദ് അവന്റെ ശിരസ് അറുത്തു. ഇതാണല്ലേ ദാവീദിന്റെ കഥ. ഞാനും വലുതാകുമ്പോ ദാവീദിനെ പോലെയാവും. ദൈവത്തെ കിന്നരം വീട്ടി സ്തുതിക്കും. ഞാനും വലുതാകുമ്പോ ദാവീദിനെ പോലെയാവും. സിംഹത്തിന്റെ വായൊക്കെ കീറി മുറിക്കും. എടാ, എന്റെ കാലിലെടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ആളാണ് സിംഹത്തിന്റെ വായ കയറാൻ പോകുന്നത്.